എന്തുകൊണ്ടാണ് നമ്മുടെ തെങ്ങ് മാത്രം 3 വർഷമാകുമ്പോൾ കായ്ക്കാത്തത്? ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, തെങ്ങിൻ തൈ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് കായ്ക്കുമോ ഇല്ലയോ. ഇപ്പോൾ സാധാരണ നമ്മൾ പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ തെങ്ങ് മാത്രം 3 വർഷമായപ്പോൾ കായ്ച്ചില്ല, ബാക്കിയുള്ളവരുടെ തെങ്ങൊക്കെ 3 വർഷമാകുമ്പോൾ കായ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തെങ്ങ് മാത്രം 3 വർഷമാകുമ്പോൾ കായ്ക്കാത്തത്? ഇനി പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മളെ തെങ്ങും കൃത്യമായിട്ട് കായ്ക്കും. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. തെങ്ങിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ചില തെങ്ങ് വളരെ പെട്ടെന്ന് കായ്ക്കും, അതായത് ഈ കുള്ളൻ ഇനത്തിൽപ്പെട്ട തെങ്ങുകളെല്ലാം വളരെ നേരത്തെ കായ്ക്കും, അതായത് ഒരു 3 വർഷമാകുമ്പോൾ കായ്ച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തെങ്ങുകളും ഒരു 3.5-4 വർഷത്തിനടുപ്പിച്ച് അതും കായ്ച്ചു തുടങ്ങും. പിന്നെ നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട WCT, അതായത് വെസ്റ്റ് കോസ്റ്റ് ടാൾ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ, ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കുറ്റ്യാടി തെങ്ങ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റി 3.5-4 വർഷം അല്ലെങ്കിൽ ഒരു 4.5 വർഷമാകുമ്പോൾ ഇതും കായ്ച്ചു തുടങ്ങും. പക്ഷേ ഇത് കൃത്യമായിട്ട് കായ്ക്കുന്ന ഒരു പീരീഡാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കായ്ക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മളൊരു തെങ്ങിൻ തൈ വാങ്ങുമ്പോൾ ഒരു തെങ്ങിൻ തൈയുടെ സെലക്ഷൻ, നമ്മൾ എങ്ങനെയാണ് നല്ലൊരു തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു തെങ്ങിൻ തൈ നടുന്ന സ്ഥലം, അതുപോലെ നമ്മൾ തെങ്ങിൻ തൈക്ക് കൊടുക്കുന്ന വെള്ളം, വളം, അപ്പോൾ ഇതെല്ലാം ആശ്രയിച്ചിരിക്കും ഒരു തെങ്ങ് എത്ര നേരത്തെ കായ്ക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ തൈയുടെ സെലക്ഷനാണ്. ഒരു തെങ്ങ് വളരെ നേരത്തെ കായ്ക്കണമെങ്കിൽ അതിൻ്റെ തൈ സെലക്ഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു തെങ്ങിൻ തൈ എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ തെങ്ങിൻ തൈ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു തെങ്ങിൻ തൈയുടെ പ്രായമാണ്. അതായത് നടാൻ ഏറ്റവും അനുയോജ്യമായ തെങ്ങിൻ തൈയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 9 മുതൽ 12 മാസം വരെ പ്രായമുള്ള തെങ്ങിൻ തൈയാണ് നടാൻ ഏറ്റവും അനുയോജ്യമായത്. ഈ ഒരു പ്രായത്തിലുള്ള തെങ്ങിൻ തൈകൾക്ക് 6 ഇല വരെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. എന്നാൽ 9 മാസം പ്രായമുള്ള തെങ്ങിൻ തൈ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 4 ഇലയേ ഉണ്ടായിരിക്കൂ. അപ്പോൾ 9 മാസമുള്ള തെങ്ങിൻ തൈ എടുത്തിട്ട് നമ്മൾ 6 ഇല വന്നിട്ടില്ല എന്നാലും പരാതി പറയരുത്. 9 മാസമാകുമ്പോൾ സാധാരണഗതിയിൽ അതിലൊരു 4 ഇലയേ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോളാർ ഗ്രിത്ത് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ കോളാർ ഗ്രിത്തിനെ കണ്ണാടി കനം എന്ന് പറയാറുണ്ട്. കോളാർ ഗ്രിത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. 12 സെൻറ്റിമീറ്റർ നമുക്കൊരു സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ 12 സെൻറ്റിമീറ്ററിൽ കൂടുതലുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കൈയുടെ സൈസ് പറയുകയാണെങ്കിൽ അത് 12 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തൈയുടെ ഇലയിൽ 6ാമത്തെ ഇല മുതലുള്ളത് ശ്രദ്ധിക്കുക. 6ാമത്തെ ഇലയിൽ ഇപ്പോൾ ഇങ്ങനെ വേർപെട്ട് വരുന്ന ഇലകളുണ്ടോ ഇല്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വേർപെട്ട് വരുന്ന ഇലകളുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള തൈകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൈ സെലക്ഷൻ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെങ്ങിൻ തൈ നമ്മുടെ കൃഷിഭവനുകളിലൊക്കെ 50 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 50 രൂപയ്ക്ക് നമുക്ക് തെങ്ങിൻ തൈ കിട്ടുന്ന സമയത്ത് നമുക്ക് നടാൻ സൗകര്യം ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തെങ്ങിൻ തൈ നടാനായിട്ടുള്ള രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പം തെങ്ങിൻ തൈ വാങ്ങിക്കഴിഞ്ഞു, വില കുറഞ്ഞ രീതിയിൽ കുറേ തെങ്ങിൻ തൈ കിട്ടി, നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കേണ്ട. അതായത് നമുക്കിപ്പോൾ തെങ്ങിൻ തൈ ഒരു 10-20 വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വാങ്ങുക. വാങ്ങിയതിന് ശേഷം നമുക്കിപ്പോൾ നടാൻ സൗകര്യമില്ല എങ്കിൽ നമുക്കൊരു ഗ്രോ ബാഗിൽ നമുക്ക് തെങ്ങിൻ തൈ നട്ടുവയ്ക്കാം. അത് ഏകദേശം 1-2 വർഷമൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ തെങ്ങിൻ തൈ സൂക്ഷിക്കാം. അങ്ങനെ കേടൊന്നും സംഭവിക്കുന്നതല്ല. പിന്നെ നമുക്കിങ്ങനെ വെക്കുന്നത് കൊണ്ടൊരു ഗുണം കൂടെയുണ്ട്. അതായത് നമ്മളിപ്പോൾ തെങ്ങിൻ തൈ വാങ്ങിയെന്ന് വിചാരിക്കുക, വാങ്ങി നമ്മൾ 1 വർഷം കഴിഞ്ഞാണ് നമ്മളൊരു പറമ്പിൽ നടാൻ പോകുന്നത്. ഇപ്പോൾ ആ പറമ്പിൽ നടുന്ന തെങ്ങിൻ തൈ നട്ട് ഒരു 2-2.5 അല്ലെങ്കിൽ 3 വർഷം ആകുമ്പോൾ ആ തെങ്ങ് കായ്ക്കാൻ തുടങ്ങും. പക്ഷേ ആ സമയത്ത് നമ്മളൊരു പുതിയ തെങ്ങിൻ തൈ വാങ്ങി അവിടെ വെക്കുകയാണെങ്കിൽ അവിടെ ഒരു 4 വർഷം വീണ്ടും സമയമെടുക്കും. അതായത് നമുക്ക് 1 വർഷം ലാഭമാണ്. നമ്മളിപ്പോൾ ഒരു തെങ്ങിൻ തൈ വാങ്ങി ഗ്രോ ബാഗിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ ഗ്രോ ബാഗിൽ നിന്ന് ഇളക്കി അവിടെ നടുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന തൈക്ക് 1 വർഷം പ്രായം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ തെങ്ങിൻ തൈ കൂടുതൽ നേരത്തെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് തെങ്ങിൻ തൈ നടാൻ പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യമാണ്. തെങ്ങിൻ തൈ നടുമ്പോൾ കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു പാറയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എങ്കിൽ തെങ്ങിൻ തൈ, അതായത് തെങ്ങിൻ തൈ നടുന്ന കുഴിയുടെ സൈസ് 1.2 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയും 1.2 മീറ്റർ ആഴം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ തെങ്ങിൻ തൈ നടാൻ പോവുകയാണെങ്കിൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയായിരിക്കണം. ഇപ്പോൾ ഒരു മണൽ പ്രദേശത്തൊക്കെയാണ് നമ്മൾ തെങ്ങിൻ തൈ നടാൻ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ വേണ്ടത് ഒരു 75 സെൻറ്റിമീറ്റർ നീളം, 75 സെൻറ്റിമീറ്റർ വീതി, 75 സെൻറ്റിമീറ്റർ ആഴം.
തെങ്ങിൻ തൈ നടുന്നതിന് മുമ്പ് ഈ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു. തെങ്ങെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെയിൽ തെങ്ങിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ വളത്തിൻ്റെ അളവ് കുറഞ്ഞിരുന്നാലും വെയിൽ നല്ലോണം ഉണ്ടെങ്കിൽ തെങ്ങ് കൂടുതൽ കായ്ക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോയിരുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പറമ്പിൽ ഒരു വളവും കൊടുക്കാതെ നല്ല വെയിലത്ത് നിൽക്കുന്ന തെങ്ങ് നല്ല രീതിയിൽ കായ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് അതിന് കൃത്യമായിട്ടുള്ള വെയിൽ കിട്ടുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ 2 കുഴികൾ തമ്മിലുള്ള ഒരു അകലം, അത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഴികൾ തമ്മിലുള്ള അകലം നമ്മുടെ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രയാങ്കിൾ സിസ്റ്റവും ഒന്ന് സ്ക്വയർ സിസ്റ്റവുമാണ്. ഇപ്പോൾ ട്രയാങ്കിൾ സിസ്റ്റത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2 തെങ്ങിൻ തൈകൾ തമ്മിലുള്ള അകലം 7.6 മീറ്റർ ആയിരിക്കും. സ്ക്വയർ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ 2 തെങ്ങിൻ തൈകൾ തമ്മിലുള്ള അകലം 7.6 മീറ്ററും ഈ റോകൾ തമ്മിലുള്ള അകലം 9 മീറ്ററുമാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 സിസ്റ്റം കൂടെ ഉണ്ട്. ഒന്ന് സിംഗിൾ ഹെഡ്ജ് സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തേതാണെങ്കിൽ ഡബിൾ ഹെഡ്ജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ സിംഗിൾ ഹെഡ്ജും ഡബിൾ ഹെഡ്ജും അങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കൂടുതലായിട്ടും ഈ ട്രയാങ്കിൾ സിസ്റ്റം ഉണ്ട്, സ്ക്വയർ സിസ്റ്റത്തിലുമാണ് തെങ്ങിൻ തൈകൾ കൂടുതലായിട്ട് നടാറുള്ളത്. തെങ്ങിൻ്റെ സ്പേസിങ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്ക് 10 സെൻറ്റിൽ 7 തെങ്ങ് മാത്രമേ നിൽക്കൂ. 1 ഏക്കർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 70 തെങ്ങും, 1 ഹെക്ടർ എടുക്കുകയാണെങ്കിൽ ഒരു 175 തെങ്ങുമാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്പേസിംഗ് പ്രകാരം നമ്മൾ തെങ്ങ് വെക്കുകയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ നോക്കാതെ കൂടുതൽ തെങ്ങ് നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തെങ്ങ് ഓവറായിട്ട് വളർന്നു പോകും, തെങ്ങിൽ കായ കുറവായിരിക്കും. നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ എണ്ണവും കുറവായിരിക്കും, നമുക്ക് കൂടുതൽ തേങ്ങയും കിട്ടും. മാത്രമല്ല ബാക്കി വരുന്ന സ്പേസിൽ നമുക്ക് ഇടവിള കൃഷി കാര്യമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇടവിള കൃഷിയിൽ നിന്ന് വരെ നമുക്കൊരു ലാഭം കിട്ടുകയും ചെയ്യും. നമ്മൾ തെങ്ങിൻ തൈ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 1 മീറ്റർ ആഴമുള്ള ഒരു കുഴിയാണ് നമ്മൾ എടുത്ത് നമ്മൾ തെങ്ങിൻ തൈ നടാൻ പോകുന്നതെങ്കിൽ മേൽമണ്ണും ജൈവവളവും കൂടെ മിക്സ് ചെയ്ത് ഈ കുഴിയിലൊരു 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമ്മൾ നിറയ്ക്കുക. നിറച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ തെങ്ങിൻ തൈ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ തെങ്ങിൻ തൈ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു വളപ്രയോഗമാണ്. തെങ്ങിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ തെങ്ങ് നട്ട് 6 മാസം കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഒരു റെക്കമെൻഡേഷനുണ്ട്. അതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞാൽ എത്ര, 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഏത് രീതിയിൽ കൊടുക്കണം, 3 വർഷമാകുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്. നമ്മളൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് തെങ്ങിൻ തൈ കൃഷി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മണ്ണ് പരിശോധിക്കുക. മണ്ണ് പരിശോധിച്ചിട്ട് വളം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു തെങ്ങിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റൊക്കെ ഒരു പക്ഷേ നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ രാസവളവും മറ്റ് വളങ്ങളും നമ്മൾ മണ്ണിൽ ചേർക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മണ്ണിൻ്റെ സാമ്പിൾ എടുത്ത് കൃഷിഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് തരും. അതിനുശേഷം നമ്മുടെ മണ്ണിൽ ഏത് ന്യൂട്രിയൻ്റ് ആണോ ഇല്ലാത്തത് ആ ഒരു ന്യൂട്രിയൻ്റ് മാത്രം നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് ഞാൻ വളത്തിൻ്റെ ഒരളവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ വളത്തിൻ്റെ റെക്കമെൻഡേഷനിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ നിന്ന് 1 കിലോ ഇന്നത് ചേർക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അത് ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൃഷിഭവനുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ കൃഷിയൊന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് എന്ത് റെക്കമെൻഡേഷനാണോ തരുന്നത് ആ ഒരു റെക്കമെൻഡേഷൻ വളം നിങ്ങൾ കൊടുക്കുകയാണോ എങ്കിൽ നമ്മളെ തെങ്ങും കൃത്യമായ സമയത്ത് കാച്ചിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.